യാത്രകളിലൂടെയാണ്. ആത്മാന്വേഷണ യാത്രകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രതിസന്ധിയാണ് വെളിപാടുമായി ബന്ധപ്പെട്ടത്. ഇന്നത്തെ ഈ ആത്മാന്വേഷണത്തിൻ്റെ യാത്രകളിൽ എന്താണ് വെളിപാടുകളുടെ ലോകവും ആ വെളിപാടുകളുടെ ലോകത്ത് കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണ്, അതിൻ്റെ അന്തർധാരകൾ എന്താണ് എന്ന ഒരു വിഷയം മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ നിർത്താമെന്നാണ് കരുതുന്നത്. എന്താണ് ആത്മാന്വേഷണത്തിന് വെളിപാടിൻ്റെ അത്യാവശ്യകത? കാരണം വെളിപാടിലൂടെയാണ് ആത്മാന്വേഷണത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കോ ആത്മാന്വേഷണത്തിൻ്റെ യാഥാർത്ഥ്യമായ ഘട്ടത്തിലേക്കോ ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അയാളിൽ തന്നെ, ആ അന്വേഷിക്കുന്ന വ്യക്തിയിൽ തന്നെ ഉരുവം കൊള്ളുന്ന വെളിപാടുകളിലൂടെ മാത്രമാണ് അയാൾ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതല്ലാത്ത കാഴ്ചകളും അതല്ലാത്ത അയാൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾ സ്വയം അനുഭവിക്കുന്നില്ലെങ്കിൽ അതിനെ ഒന്നും അയാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യാഥാർത്ഥ്യം അയാൾ രുചിക്കുന്നില്ല. അയാൾ അതുമായി ബന്ധപ്പെട്ട യാതൊരു അവസ്ഥകളിലും എത്തുന്നില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ അയ്യുഹൽ വലദിൽ നമുക്ക് കാണാം, ഒരു ചണ്ടനായ ആളോട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ ഒരു ചണ്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ ഒരു പണ്ഡിതൻ ഒരു കത്ത് എഴുതി. എന്താണ് ലൈംഗിക ബന്ധത്തിൻ്റെ വിവരിച്ചു തരാനാണ് അദ്ദേഹം ഒരു കത്ത് എഴുതിയത്. അത് വിവരിച്ചു കണ്ട അദ്ദേഹത്തിനൊരു കത്തയക്കാം ആ അനുഭവത്തെക്കുറിച്ച്. അപ്പം ആ സുഹൃത്ത് മറുപടി അയച്ചു, ഞാൻ കരുതിയത് നീ ഒരു ഷണ്ടനാണെന്ന് മാത്രമാണ്, ഇപ്പോൾ മനസ്സിലായി നീ ഒരു മരമണ്ടനാണ് എന്നുകൂടെ മനസ്സിലായി. അപ്പം ഇതാണ് പൊതുവിൽ വെളിപാടുകളിലൂടെ ലോകത്ത് നമ്മൾ കടന്നു പോവേണ്ട, വെളിപാടുകളുടെ ലോകവുമായി ബന്ധപ്പെടേണ്ട അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. നമ്മൾ ഈ ഷണ്ടത്വത്തിലും തന്നെ നിൽക്കണോ, മരമണ്ടനായി തന്നെ തുടരണോ എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ എന്തുകൊണ്ട് ഒരു വെളിപാടുകളുടെ ലോകത്ത് കൂടെ കടന്നു പോകണം എന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ വെളിപാടുകൾ ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികൾ ഈ ലോകത്തുണ്ടാക്കിയ പ്രതിസന്ധികളാണ് നമ്മളിന്ന് കാണുന്നതൊക്കെ. കാരണം എല്ലാ മതങ്ങളും വന്നത് ഓരോ ആളുകൾക്ക് അപ്പോൾ ഉണ്ടായ വെളിപാടില്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ വെളിപാടുണ്ടായപ്പം, അതുപോലെ അതിനെ തുടർന്നുണ്ടായ ആയത്തുകളും സൂക്തങ്ങളും വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആ ദീനിൻ്റെ ഒരു മാർഗമാണ്. അതേപോലെ ഈസാ നബി അലൈഹി സ്വലാമിന് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഒരുപാട് വെളിപാടുകളുടെ അവസ്ഥകളും അത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ 12ഓളം ശിഷ്യഗണങ്ങൾ ക്രോഡീകരിച്ചപ്പം അതിൽ നിന്നും അതിനെ പല രൂപത്തിൽ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോഴൊക്കെ ക്രിസ്തുമതവും പിറക്കുന്നത്. അതേപോലെ ഓരോ കാലഘട്ടത്തിലുണ്ടായിരുന്ന വ്യാസമഹർഷിക്കായാലും വാൽമീകിക്കായാലും ഒക്കെ ഉണ്ടായിട്ടുള്ള വെളിപാടുകളുടെ ഒരു ഘോഷയാത്രയാണ് ഇത്തരത്തിലുള്ള മതങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് ഒരു വെളിപാടിൽ നിന്ന് എങ്ങനെയാണ് ഒരു വെളിപാടിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥകൾ. കാരണം ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഈ ലോകത്തിൻ്റെ ആദിമ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള മനുഷ്യോൽപ്പത്തിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിൽ തന്നെ ആദ്യമായി കിടക്കുന്നത് ആദം അലൈഹിസ്സലാമിനുള്ള ആദം നബിക്ക് ഈ വെളിപാട് അല്ലമ ആദമൽ അസ്മാ കുല്ലഹ, മുഴുവൻ അസ്മാകളും പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹു അവിടെ വെളിപാട് മുഖേന പഠിപ്പിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും അതിൽ സാധ്യമല്ല. വെളിപാട് മുഖേന, കാരണം മനുഷ്യാവസ്ഥയിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ഒരവസ്ഥയിലേക്ക് അള്ളാഹു ഒരിക്കലും ആ ശാരീരികമായ അവസ്ഥകളിൽ വരുന്നില്ല. അപ്പം സ്വാഭാവികമായും വെളിപാട് മുഖാന്തരം മാത്രമേ അവിടെ പഠിപ്പിക്കൂ. പക്ഷെ ആ പഠിപ്പിച്ച ആളെ, ആ ഒരു വെളിപാടിനെ മറ്റൊരു വെളിപാട് ധിക്കരിക്കുന്ന സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് ഒരിക്കലും സുജൂദ് ചെയ്യാൻ തയ്യാറായില്ല. ഇബ്ലീസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ഇയാളെ മണ്ണിൽ നിന്നാണല്ലോ പഠിച്ചത്, എന്നെ തീയിൽ നിന്നല്ല പഠിച്ചത്. അപ്പം ഇബ്ലീസിന് ആരും വെളിപാട് കൊടുത്തു.
ഇബ്ലീസിന് ഏത് വെളിപാടിന്റെ ഏത് അവസ്ഥകളിലൂടെയാണ് ഇബ്ലീസിന്റെ അറിവ് സഞ്ചരിച്ചത്? ഇബ്ലീസിന്റെ ആ അറിവും ആ യുക്തിയും ഏത് അവസ്ഥയിൽ നിന്നാണ്, ഏത് ഇടത്തിൽ നിന്നാണ് അത് വരുന്നത്? അപ്പം ഓരോ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഇബ്ലീസിന് തന്നെ അത്തരത്തിലുള്ള ഒരുപാട് അറിവുകളുടെ ഒരു മഹാസമാഹാരമായി. കാരണം അദ്ദേഹം മലക്കുകളുടെ മൊത്തം അധ്യാപകനാണ്. അപ്പൊ എങ്ങനെയാണ് ഈ വെളിപാടുകൾ നമ്മൾ തരംതിരിക്കുക? വെളിപാടുകൾ ഒരു വലിയ പ്രതിസന്ധിയാണ്. വെളിപാടുകൾ പ്രതിസന്ധിയാവണമെന്ന് വെച്ചാൽ എങ്ങനെ ഒരു നമ്മളെ ഖുർആനിൽ തന്നെ കാണാം, വെളിപാടിന് പലതരത്തിലുള്ള അറബി പദങ്ങൾ നമ്മൾ ഉപയോഗിക്കും. ഒരു വഹി എന്നുള്ള പദമാണ് പൊതുവിൽ പ്രവാചകന്മാർക്ക് ഉണ്ടാകുന്ന വെളിപാടിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുക. എന്നാൽ ഖുർആൻ ഇതേ പദം ഉപയോഗിച്ചത് എന്താണ്? ഉറുമ്പിന് വഹി നൽകി, തേനീച്ചക്ക് നാം വഹി നൽകി, തേനീച്ചക്ക് നാം വഹി നൽകി. അത് പ്രവാചകന്മാർക്ക് മാത്രമല്ല, തേനീച്ചക്കും അള്ളാഹു വഹി നൽകിയിട്ടുണ്ട്. അതേപോലെ പിശാചുക്കളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, ശൈത്താൻ അവന്റെ ഔലിയാക്കന്മാർക്ക് ശൈത്താൻ വഹി നൽകിക്കൊണ്ടിരിക്കും. അവിടെ ഇല്ല യൂഹൂന, വഹി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പദമാണ് ഖുർആൻ ഉപയോഗിച്ചത്. അപ്പൊ എന്താണ് പിന്നെ വഹി? ഇതൊക്കെ വെളിപാടാണ്. ഇനി സാധാരണഗതിയിൽ നമ്മുടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഭാഷാ രീതി പ്രകാരം നമ്മൾ പറയും, ഈ അമ്പിയാക്കന്മാർക്ക് നൽകുന്നതിനെ മാത്രം വഹി എന്ന് പറയുകയും അതുപോലെ വലിയകൾക്ക് നൽകപ്പെടുന്നതിന് ഇൽഹാം എന്ന്, വൽഹമഹ ഫുജൂറഹ വതഖ്വഹ, അതിൽ നമ്മൾ തമ്മാടിത്തരം ഒരു തെറ്റും ശരിയും രണ്ടും നാം ഇൽഹാം നൽകി. അപ്പൊ എങ്ങനെയാണ് ഈ ഇൽഹാം എങ്ങനെയാണ് പിന്നെ നമ്മൾ തരംതിരിക്കുന്നത്? ഈ ഒരാളിൽ ഒരു വെളിപാടുകളുടെ അവസ്ഥകളിലേക്ക് ഒരാൾ പ്രവേശിച്ചു. ഈ വെളിപാടുകൾ എപ്പോഴാണ് സത്യമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുക, എപ്പോഴാണ് അത് അസത്യമാണെന്ന് അംഗീകരിക്കുക? എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായ വെളിപാടിനെ നമ്മൾ പലതുകൊണ്ടും നമ്മൾ അത് ശരിയാണെന്ന് 100% നമ്മൾ പറയുന്നു? എന്തുകൊണ്ട് അതുപോലുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള, അതുപോലെ പല മനുഷ്യർക്കും ഉണ്ടായിട്ടുള്ള പല വെളിപാടുകളെയും ഒക്കെ നമ്മൾ എന്തുകൊണ്ട് തള്ളിക്കളയുന്നു? ഇത് പൈശാചികമായ സ്രോതസ്സുകളിൽ നിന്ന് പലപ്പോഴും ഈ വഹി, ഈ ഖുർആന്റെ പദം ഉപയോഗിച്ച് പറഞ്ഞാൽ വഹി ഉണ്ടാവാം. എന്ന സൂക്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ അടിക്കടി നമുക്ക് ഈ വഹികൾ എങ്ങനെ പിന്നെ ജിന്നുകള് അതുപോലെ പിശാചുക്കളും എങ്ങനെ അവരുടെ ആളുകളിലേക്ക് എങ്ങനെ വെളിപാടുകളെ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ വഹികളെ തരംതിരിക്കുന്നതിന് നമുക്ക് കിട്ടേണ്ട ഒരു പാഠം, ഏത് തരത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള കശ്ഫുകളെ, വെളിപാടുകളെ നമുക്ക് തരംതിരിക്കാനാവുക എന്നുള്ളതൊരു ഈ മേഖലയിൽ കിടക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ആണെന്ന് നമുക്ക് തോന്നുന്നു. അപ്പം ഈ പ്രതിസന്ധിയുമായിട്ട് നമ്മൾ ആ പ്രതിസന്ധിയെ നമ്മൾ ഡീല് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ വെളിപാടുകൾ ലോകത്തുകൂടെ കടന്നു പോകുന്നത് നമുക്ക് വളരെ ദുഷ്കരമാവുകയും അതിൽ നിന്ന് നമ്മൾ വഴിതെറ്റി പോകാനുമുള്ള നിരന്തരമായ കാരണങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഒരാൾ പറഞ്ഞു, പ്രവാചകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു എന്നൊരാൾ പറഞ്ഞു. എന്നോട് അടുത്ത കാലത്ത് ഒരു 10-75 പ്രായമായ ഒരാൾ പറഞ്ഞു, അയാൾ 6-7 തവണ കണ്ടു. നിങ്ങൾ എങ്ങനെയാണ് അത് നിങ്ങൾ കണ്ട ആൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത്? കാരണം ഒരു പിശാച് വന്നിട്ടാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആത്മാവ് വന്നിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ? ഖുർആൻ ഹദീസിനെ നമുക്ക് കാണാം, നിങ്ങൾ എന്നെ കണ്ടാൽ, എന്നെ സ്വപ്നത്തിൽ ദർശിച്ചാൽ നിങ്ങൾ എന്നെ തന്നെ ദർശിച്ചു, കാരണം എന്റെ രൂപത്തിൽ പിശാച് ഒരിക്കലും വരികയില്ല. അപ്പൊ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ ഒരിക്കലും പിശാച് വരികയില്ല. അത് സാധാരണ രീതിയിലുള്ള സ്വപ്ന ദർശനത്തിലായാലും അതല്ലെങ്കിൽ മുറാഖബകളിലൂടെ ദർശനത്തിലായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ ഒരിക്കലും പിശാച് വരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം ഏതാണെന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാൾക്ക് എങ്ങനെ അറിയും? നമുക്കൊരു ഫോട്ടോ പോലും കിട്ടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഫോട്ടോ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിലയിരുത്താൻ മതി. അപ്പം
അത് വെച്ചിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് വിശ്വസിക്കാൻ യാതൊരു മാർഗവുമില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ മുഹിദ്ദീൻ ഷെയ്ഖിനെ കണ്ടുവെന്നുള്ളൂ. മുഹിദ്ദീൻ ഷെയ്ഖിന്റെ ഫോട്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? മുഹിദ്ദീൻ ഷെയ്ഖിന്റെ ഫോട്ടോ ആണ് എന്ന് വരച്ച ഒരു ചിത്രത്തെ കുറിച്ച് നമ്മൾ പറയുന്നു എന്നല്ലാതെ അത് തന്നെ ആ ഒരു വരയുടെ പരിമിതികൾ എത്രയാണെന്ന് നമുക്കറിയാം. അപ്പം അത് സ്ഥിരീകരിക്കാൻ നമ്മുടെ അടുത്ത് മാർഗമില്ല. അതേസമയം നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട ഒരു പ്രവാചകനുണ്ടെങ്കിൽ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ജീവിച്ചു പോയ ഒരു പ്രവാചകൻ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയ നമുക്കുണ്ടെങ്കിൽ, നമുക്ക് അയാളെയാണ് നമുക്ക് ഈ ദർശനത്തിൽ നമുക്ക് കിട്ടിയതെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള ദർശനങ്ങളുള്ള, ഇത്തരത്തിലുള്ള കാഴ്ചകളുള്ള, ഇത്തരത്തിലുള്ള കശ്ഫുകളുള്ള പലതരത്തിലുള്ള ഔലിയാക്കന്മാരിലേക്കും സിദ്ധന്മാരിലേക്കും ഒക്കെ നമുക്ക് സഞ്ചരിക്കാനാകും. പക്ഷേ ഈ സിദ്ധന്മാരൊക്കെ ഏത് തരത്തിലാണ് അവർ സത്യമാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ദർശനങ്ങൾ ശരിയായ സ്രോതസ്സിൽ നിന്നാണെന്ന് നമുക്ക് വിലയിരുത്താനാവുക. കാരണം ഓരോരുത്തരും സഞ്ചരിക്കുന്നത് അവരുടെ ഉള്ളങ്ങളിലേക്കാണ്. ഈ ഉള്ള് ഏത് അവസ്ഥകളിലേക്ക്, അവരുടെ ഉള്ളിന്റെ ഏത് അവസ്ഥകളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയും. കാരണം ഈ ആത്മാവിന്റെ സാധാരണഗതിയിൽ നമ്മൾ ഗ്രന്ഥങ്ങളുടെ ഒരു വ്യാഖ്യാന പ്രകാരം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു മഹാനവറുകളുടെ സിറുൽ അസ്റാർ പോലുള്ള ഗ്രന്ഥങ്ങൾ എടുത്താൽ തന്നെ ആത്മാവിന്റെ തട്ടുകൾ നമുക്കറിയാം. ഇപ്പോ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മളുടെ യാഥാർത്ഥ്യമുള്ള റൂഹുൽ ഖുദ്സ്, പരിശുദ്ധമാക്കപ്പെട്ട ആത്മാവ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നമ്മളുടെ അതിനൊരു ആവരണം വരും. ഈ ആവരണത്തിൽ നിന്നാണ് റൂഹ് സുൽത്താനി എന്ന് പറയുന്ന ഒരു ആവരണം, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് അതിനിട്ട് കൊടുത്തപ്പോഴാണ് അത് റൂഹ് സുൽത്താനി എന്നുള്ള ലാഹൂത്തിയായ ഒരു ഡ്രസ്സ് അതിനിട്ട് കൊടുത്തപ്പോഴാണ് അത് റൂഹ് സുൽത്താനി എന്നുള്ള ഘട്ടത്തിലേക്ക് വന്നു. പിന്നെ അതിന്റെ മേലെ ജബറൂത്തിയായ ഒരു ഡ്രസ്സ് വരുമ്പോ, ജബറൂത്തിയായ ഒരു വേഷം അതിന് വരുമ്പോ അത് വീണ്ടും അതിനെ റൂഹ് റുവാനി അല്ലെങ്കിൽ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. പിന്നെ അതിന്റെ മേലെ മലക്കൂത്തിയായ ഒരു ഡ്രസ്സ് ആയിട്ട് വരുമ്പോ അത് റൂഹ് റുവാനിയുടെ ഒക്കെ തലത്തിലേക്ക് വരും. ഈ റൂഹ് പലതരത്തിലുള്ള ആത്മാക്കളുടെ ആഭരണങ്ങൾക്ക് ഇടയിൽ ഏത് തരത്തിലുള്ള ആത്മാവാണ്? ഈ ഒരു ശൈഖിനെയാണ്, ഒരു പ്രവാചകനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ പ്രവാചകന്റെ ഏത് തലത്തിലുള്ള ആത്മാവാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നതിൽ വെളിപാടുകൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. കാരണം ഈ നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നത് ശരിയായ യഥാർത്ഥത്തിലുള്ള ആ ശൈഖിന്റെ യാഥാർത്ഥ്യം തന്നെയാണോ നിങ്ങളിലേക്ക് വന്നത് എന്ന് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. കാരണം ഈ ശൈഖിന്റെ ഈ അവസ്ഥകളുടെ രൂപത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു മലക്ക്, ആ ശൈഖിന്റെ മലക്കൂത്തിയായ ഒരു സ്വഭാവത്തിലാണെന്ന് വരുന്നെങ്കിൽ അത് യാഥാർത്ഥ്യമല്ല. കാരണം അതിന്റെ മേലെയാണ് ജബറൂത്തിയായ ലോകത്തിന്റെ അവസ്ഥ കിടക്കുന്നത്, അതിന്റെ മേലെയാണ് ലാഹൂത്തിയായ അവസ്ഥ കിടക്കുന്നത്. അപ്പം ഇതിന്റെ ഏതവസ്ഥയിൽ നിങ്ങൾക്ക് ഇതിന്റെ സത്യം തിരിക്കാൻ കഴിയും? വെളിപാടുകളുടെ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലുള്ള അന്തർധാര. ഈ അന്തർധാര എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലേക്ക് പലതരത്തിലുള്ള അവസ്ഥകളിലുള്ള വളരെ പ്രകാശ രൂപങ്ങളായ ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നേക്കാം. മുഹീദ്ദീൻ ഷെയ്ഖ് മഹാനവകൾ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി 50 കൊല്ലത്തോളം 13 ശൈഖന്മാരെ പിന്തുടർന്നു. ഈ 13 ശൈഖന്മാരിൽ നിന്നും പല ദർശനങ്ങളിലൂടെ 25 ആണ്ടോളം ചുറ്റി നടന്നു. ഈ 25 ആണ്ടോളം ചുറ്റി നടന്നതിന് 25 കൊല്ലത്തോളം കിതാബ് ഓതി, പിന്നെ 25 ആണ്ടോളം ചുറ്റി നടന്നു. ഈ ചുറ്റി നടക്കലാണ് ഈ കാഴ്ചകളിലൂടെയും ഈ ആത്മീയമായ ദർശനങ്ങളുടെ ലോകത്ത് ഈ ആത്മാന്വേഷണ ദർശനവുമായി നടക്കുന്നത്. പക്ഷേ ഈ 13 ആളുകളെയും തള്ളിപ്പറയേണ്ടി വന്നു. ഈ 13 ആളുകളിൽ നിന്നും മോചനം നേടേണ്ടി വന്നു. 13 ശൈഖന്മാരിൽ നിന്നും മോചനം നേടേണ്ടി വന്നു. പിന്നീട് അവസാനം ആണ് ഈ 52 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് ആ സത്യമായ കശ്ഫിന്റെ ലോകത്തേക്ക് എത്തുന്നത്. അപ്പം എവിടെയാണ് നമുക്ക് ഈ കാരണം മുഹീദ്ദീൻ ഷെയ്ഖ് തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഔസുല്ലാദം എന്നുള്ള അത്യുന്നതമാക്കപ്പെട്ട ഈ ആത്മീയമായ പാതകളിലെ ഓരോ സ്ഥാനങ്ങൾ കടന്നുപോയി ഔസുല്ലാദം എന്നുള്ള അത്യുന്നതമായ സ്ഥാനത്തെത്തിയപ്പോൾ അവിടെ അത്യത്ഭുതകരമായ ഒരു പ്രകാശരൂപം, ആ പ്രകാശരൂപം
വിശാലമായ രീതിയിൽ അവരുടെ മുമ്പിൽ ആ ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആ ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ രൂപം, കാരണം സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഇതാണ് ഇത്ര കാലം ഞാൻ കാത്തിരുന്ന അള്ളാഹു ഇതാ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധം ചിലപ്പോൾ ആളുകൾക്ക് വരാൻ സാധ്യത. ആ അവസ്ഥയിലായിരുന്നു ഈ ദർശനമുണ്ടായത്. അപ്പം ആ ദർശനത്തിൽ വന്ന ആള് പറഞ്ഞു, ഓ അബ്ദുൽ ഖാദർ, നിങ്ങൾക്ക് എല്ലാം ഞാൻ അനുവദനീയമാക്കി തന്നിരിക്കുന്നു, എല്ലാ ഹറാമുകളും ഒക്കെ നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഔസുല്ലാഹ് ഖദ്ദസല്ലാഹു സിറഹു പോട ഇബ്ലീസ് എന്ന് പറഞ്ഞ ഒറ്റ തുപ്പ് കൊടുത്തു. അപ്പം അയാൾ തനി സ്വരൂപത്തിൽ നിന്നു. അപ്പൊ അതായിരുന്നു ഇബ്ലീസിന്റെ സ്വരൂപം. അപ്പം അദ്ദേഹം ഈ ഇബ്ലീസ് അവിടെ പറഞ്ഞൊരു സംഭവം, ഈ മക്കാമിൽ വെച്ചിട്ട് ഈ സ്ഥാനത്ത് ഒരാൾ എത്തിച്ചേരണമെങ്കിൽ അയാൾ എത്രത്തോളം കാലഘട്ടങ്ങളിലൂടെ അയാൾ പല സബര്യകൾ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഇതിലെത്തി. ഈ സ്റ്റേജിൽ വെച്ചിട്ട് 400-700 ആളുകളെ ഞാൻ വഴിവേപ്പിച്ചിട്ടുണ്ട് ഇതേ രൂപത്തിൽ. നിങ്ങൾക്ക് എങ്ങനെ എന്നെ തിരിച്ചറിയാൻ പറ്റിയെന്ന് വെച്ചു. അപ്പം റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹു പറഞ്ഞു, ഞാൻ ഇവിടെ എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കി എന്തെങ്കിലും സംഗതി ഹലാലാക്കുന്ന ഒരാൾ വരുന്നുണ്ടെങ്കിൽ അത് ഇബ്ലീസ് മാത്രമായിരിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പം ഇത് ഒരു കഥയാണെങ്കിലും ഈ വിഷയത്തിന് പിന്നിൽ നിൽക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. കാരണം ഏത് തരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ഉന്നതനാണ് അല്ലെങ്കിൽ അതിന് മേലുള്ള ദർശനങ്ങളാണ് എന്ന് പറഞ്ഞു വന്നാലും, അതല്ലാത്ത എന്ത് വന്നു കഴിഞ്ഞാലും അതൊക്കെ ഇത്തരത്തിൽ തള്ളപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ആർക്കും ഏതൊരു വലിയനും ഏതെങ്കിലും തരത്തിലുള്ള പ്രവാചകന്റെ ഒരുപാട് നമ്മൾ ഖുർആനിൽ നമുക്ക് 26-27 പ്രവാചകന്മാരെ കിട്ടും. ബാക്കി 1,24,975 പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാരൊക്കെ എവിടെ? ഈ പ്രവാചകന്മാർ നിങ്ങൾക്ക് മുമ്പിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷപ്പെട്ടു വന്നു, നിങ്ങൾക്ക് അവരെ അംഗീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. ആ പ്രവാചകന്മാരിൽ ആരെങ്കിലുമാണ്. അതുപോലെ ആ പ്രവാചകന്മാരുടെ ആത്മീയാവസ്ഥയിലുള്ള ഏതെങ്കിലും വലിയകളാണെന്ന് പറഞ്ഞു വന്നു, നമുക്കൊരിക്കലും അവരെ പിന്തുടരേണ്ട കാര്യമില്ല. ആ പിന്തുടരൽ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ആ പദവി വന്നതോടുകൂടി, മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള പദവി വന്നതോടുകൂടി ബാക്കിയെല്ലാം ബാക്കിലായി. പിന്നീട് അതുവരെ ഉണ്ടായിരുന്ന ഏത് സ്റ്റേജുകളിലൂടെ പോകുന്നവനും ആ സ്റ്റേജുകളിൽ പോകുന്നതൊക്കെ സത്യത്തിൽ അബദ്ധത്തിലാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വെളിപാടുകളെയാണ് നാം ആശ്രയിക്കുന്നത്. പക്ഷെ ആ വെളിപാടുകൾ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? കാരണം അടുത്ത തലമുറകൾ വരുമ്പോൾ ഈ തലമുറകളിൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറകൾ തന്നെ പരസ്പരം ഏറ്റുമുട്ടേണ്ട സ്ഥിതി വരികയാണ്. കാരണം സിഫീൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റുമുട്ടുന്നത് സഹാബാക്കൾ തന്നെയാണ് ഇരുചേരിയിലും. ഒരു ഭാഗത്ത് അതേപോലെ ജമൽ യുദ്ധത്തിൽ ആയിഷ ബീവിയും അശറത്തുൽ മുബശ്ശിരീൻ എന്ന് പറയുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയാക്കിയ 10 പേരിൽ 2 പേരാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധത്തിന് വന്നത്. അപ്പം അലി റളിയല്ലാഹു അൻഹുവിന് ഉണ്ടാകാവുന്ന വെളിപാടിന് അവിടെ അംഗീകരിക്കപ്പെടുന്നില്ല. ആരംഗീകരിക്കുന്നില്ല? ഈ സ്വർഗം കൊണ്ട് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബാക്കൾ തന്നെ. കാരണം അലി റളിയല്ലാഹു അൻഹു ഒരു വെളിപാടിന്റെ തലത്തിലായിരിക്കുമല്ലോ നിൽക്കുക എന്നുള്ള ആ വെളിപാടിന്റെ രീതി അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം ഈ വെളിപാടിന്റെ മൊത്തം അടിത്തറാന മദീനത്തുൽ ഇൽമി വാലിയുൻ ബാബുഹ, ഈ ജ്ഞാനനഗരിയാണ്. ജ്ഞാനനഗരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല. മുഴുവൻ വെളിപാടിന്റെ ലോകമാണ്. അപ്പൊ ആ വെളിപാടിലേക്കുള്ള കവാടമാണ് സയ്യിദുനാ അലിയുൻ കറമല്ലാഹു വജ്ഹു. അത് വെളിപാടല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല. പക്ഷെ ആ വെളിപാടിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിൽക്കാലഘട്ടത്തിലുള്ള തലമുറകളിലൊക്കെ ഈ സംഗതി, അവിടുത്തെ തലമുറകളിലൊക്കെ ഈ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. കാരണം ഈ വെളിപാടിന്റെ ഒരു സ്വരൂപമായിട്ട് ഇമാം ഹുസൈൻ അലൈഹിസ്സലാം വരുമ്പോൾ എന്തുകൊണ്ട് കർബല സംഭവിക്കുന്നു? കാരണം അന്ന് ആദ്യമായി ഇസ്ലാമിക ചരിത്രത്തിൽ ഓരോ ഗ്രന്ഥങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, ഇപ്പം നമുക്കറിയാം ഈ സിഫീൻ യുദ്ധത്തിൽ സിറിയൻ ഭാഗത്ത് നിന്ന് വന്ന സൈന്യം ഉയർത്തിക്കാട്ടിയത് ഈ ഖുർആന്റെ പ്രതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഖുർആൻ ഒരു ടെക്സ്റ്റായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല. ഒരു ടെക്സ്റ്റായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ നമ്മൾ അവതരിപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ ടെക്സ്റ്റ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് രൂപപ്പെടുത്തിയ ടെക്സ്റ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇതാണ് ഞങ്ങളുടെ മാർഗം,
എന്ന് പറഞ്ഞുകൊണ്ടത്. അപ്പം അവിടെ അലി അള്ളാഹു പറഞ്ഞത് അത് ജീവിച്ചിരിക്കുന്ന ഖുർആനല്ലല്ലോ, ഞാൻ ജീവിച്ചിരിക്കുന്ന ഖുർആനാണ് എന്നാണ് പറയുന്നത്. ആ ജീവിച്ചിരിക്കുന്ന ഖുർആൻ എന്ന് പറഞ്ഞതും ജീവനില്ലാത്ത ഖുർആൻ എന്ന് പറഞ്ഞത് എന്താണ്? കാരണം ടെക്സ്റ്റിൽ നിന്ന്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ ജീവനുള്ള ഖുർആൻ എന്ന് പറയുന്നത് അതൊരു ടെക്സ്റ്റ് ആയിരിക്കുകയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പം അതിനെയൊക്കെ അതിന്റെ അടിസ്ഥാനപരമായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ വെളിപാടുകളുമായി ബന്ധപ്പെട്ടാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ എന്തുകൊണ്ടാണ് 5 വക്ത് നിസ്കരിക്കുന്നത്? ഈ 5 വക്ത് നിസ്കരിക്കുന്നത് നമ്മൾ വെളിപാടിനെ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. കാരണം മിഅ്റാജിന് പോയി എന്ന്, ഞാൻ ആകാശലോകങ്ങളിലൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് അവിടെ മൂസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ 50 വക്ത് നിസ്കാരം നൽകി. അപ്പൊ അത് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ് അത് 5ആയി ചുരുക്കി. ഈ 5ആണ് നമ്മൾ, ഇത് വെളിപാടായിട്ട് കിട്ടിയതാണ്. വെളിപാടിന്റെ വെളിച്ചത്തിൽ വെളിപാടിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ആ വെളിപാടിന്റെ വെളിച്ചത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. അതേപോലെ പക്ഷേ ഈ വെളിപാട് എത്രത്തോളം നമുക്ക് ഈ വെളിപാടിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പൊ വെളിപാടിൽ നമുക്ക് നൽകപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി, നമ്മളെല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞതാണ്. ബലിപെരുന്നാളിന്റെ കാര്യമായ സ്മരണ എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇതേപോലെ വെളിപാടുണ്ടായി. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു, സ്വപ്ന ദർശനത്തിൽ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആത്മീയമായ മുറാഖബകളിലൂടെ ദർശിച്ചു. എന്ത്? ദൈവം അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ പോയിട്ട് മകനറുക്കുക. നമ്മളോട് അത്തരത്തിലൊരു വെളിപാടുണ്ടായാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യാം? നമ്മളോട് പറഞ്ഞ് നമ്മുടെ മകൻ അറക്കണം എന്നുള്ളൊരു വെളിപാട് നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ എന്താ ചെയ്യാം? സ്വാഭാവികമായിട്ടും അതിന്റെ വ്യാഖ്യാനത്തെ തേടാനാണ് നമ്മൾ അടക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇതല്ല ചെയ്ത്, എന്നോട് എന്റെ ദൈവം പറഞ്ഞിരിക്കുന്നു എന്റെ മകൻ അറക്കാൻ, ഞാനിത് അറക്കാമെന്ന് പറഞ്ഞ് കത്തി എടുക്കാറില്ല. ഇത് വെളിപാട് നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. എന്നിട്ടും ഖുർആൻ എന്താണ്? അദ്ദേഹത്തിന്റെ ആ സമീപനത്തെ ഒരിക്കലും ഖുർആൻ തള്ളി പറയുന്നില്ല. ഖുർആൻ എന്താണ്? അത് സദ്ദഖ്ത റുഇയ, അദ്ദേഹത്തെ മുഴുവൻ അംഗീകരിച്ചത് എന്താണ്? അത് സദ്ദഖ്ത റുഇയ, നിങ്ങൾ നിങ്ങൾക്കുണ്ടായ ദർശനത്തെ സത്യപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് മിഅ്റാജിന് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങളുടെ കടന്നു എന്ന് പറഞ്ഞത് വിശ്വസിച്ച ആൾക്ക് സിദ്ദീഖ് എന്ന് പേര് കിട്ടാൻ കാരണം അത് സദ്ദഖ്ത റുഇയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ ദർശനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അതിനെ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പം പക്ഷേ അത്തരത്തിലൊരു വെളിപാട്, നമുക്കൊരു വെളിപാട് ഉണ്ടാവുകയാണ്. എന്താണ് നമ്മൾ ആ വെളിപാടിന് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും? വെളിപാടെന്ന് പറഞ്ഞത് ഞാൻ സ്വപ്നദർശനം മാത്രമല്ല. കാരണം സാധാരണഗതിയിൽ ഒരാൾ ഉണർച്ചയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലെങ്കിൽ ആത്മീയമായ ആത്മാക്കളൊക്കെ കാണുന്ന ആളുകളാണ് നമ്മുടെ ഒരുപാട് ചുറ്റുവട്ടത്തിലൊക്കെ ഉണ്ട്. ഈ സദസ്സിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇഷ്ടംപോലെ ആൾക്കാർ ഇത്തരത്തിൽ പ്രവാചകന്മാരെ കാണുന്നവരും അതുപോലെ മഹത്തുക്കളായ ആത്മജ്ഞാനികളെയും ആരിഫ്യങ്ങളെയും ഒക്കെ ദർശിക്കുന്നവരും അവരുടെ അടുത്ത് ജ്ഞാനങ്ങൾ പഠിക്കുന്നവരും ഇതൊക്കെ നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. നിങ്ങൾ എപ്പോഴാണ്, എങ്ങനെയാണ് നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളോടൊരു പറഞ്ഞു തരുന്ന അറിവ് എപ്പോഴാണ് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്, നിങ്ങൾ എങ്ങനെ അംഗീകരിക്കും എന്നുള്ളതാണ് ഈ വെളിപാടുകൾ മൊത്തം. എല്ലാ തരത്തിലുള്ള വെളിപാടുകൾ, അത് ഏത് സമൂഹത്തിലായാലും ഏത് മതത്തിലായാലും ഏത് ജാതിയിലായാലും ചെറുപ്പക്കാരനായാലും വൃദ്ധനായാലും യുവാവായാലും എല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഈ വെളിപാടിനെ എങ്ങനെ തരംതിരിക്കും, എങ്ങനെ ഈ വെളിപാട് സത്യമാണോ അല്ലെങ്കിൽ ഇത് സത്യത്തിന്റെ ഏത് അറ്റം വരെ എത്തിയിട്ടുണ്ട്, സത്യത്തിന്റെ ഏത് തലം വരെ ഈ വെളിപാട് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നേരിടുന്നു. അപ്പം ഇതിനെ മഹാന്മാരായ മശായിഖന്മാർ, ഷെയ്ഖുമാർ അവർ കൃത്യമായി ഈ സംഗതിയെ പരിശോധിക്കുന്നില്ല. ഇപ്പം ഒരു ഷെയ്ഖിന്റെ ആവശ്യകത എന്താണ്? ഒരു ഷെയ്ഖ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു കണ്ണാടി മാത്രം, നമുക്ക് നമ്മെ തന്നെ ദർശിക്കാനുള്ള ഒരു കണ്ണാടിയാണ് ഒരു ഷെയ്ഖ്. നമുക്ക് നമ്മളെ ദർശിക്കണമെങ്കിൽ ഈ കണ്ണാടി അനിവാര്യമാണ്. ഹദീസിൽ പറഞ്ഞതുപോലെ, ഖുദ്സി ഹദീസിൽ പറഞ്ഞതുപോലെ കുന്തു കൻസൻ മഖ്ഫിയൻ, ഞാൻ മറഞ്ഞു കിടക്കുന്ന ഒരു നിധിയായി. നമ്മൾ ഓരോരുത്തരും മറഞ്ഞു കിടക്കുന്ന നിധികളാണ്. നമുക്ക് നമ്മൾ എന്താണെന്ന് അറിയില്ല. നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ആത്മാന്വേഷണത്തിന്റെ യാത്ര. ഈ ആത്മാന്വേഷണത്തിന്റെ യാത്രയിൽ പല ഘട്ടങ്ങളിലാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പം ഈ ആത്മാന്വേഷണത്തിന്റെ ഞാൻ ആര് എന്ന് കണ്ടെത്താൻ നമ്മൾ സ്വീകരിക്കുന്ന പലതരം കണ്ണാടികൾ, നമ്മളെ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കണ്ണാടിയാണ് എപ്പോഴും ഒരു ഷെയ്ഖ്. ഈ കണ്ണാടി എത്രത്തോളം
തിളക്കമുള്ളതാണ്, അല്ലെങ്കിൽ കണ്ണാടി യാഥാർത്ഥ്യത്തെയാണോ പ്രതിഫലിക്കുന്നത്? നമ്മൾ ഈ കാറുകളുടെ ഒക്കെ കണ്ണാടിമേൽ എഴുതി വെക്കാൻ ആൻഡ് ഒബ്ജക്ട്സ് ഈ കണ്ണാടിമേൽ എഴുതി വെക്കാറുണ്ട്. അതെന്താണ്? അപ്പം അതായത് അതിൽ തന്നെ നമുക്കുണ്ട് എന്താ, ക്ലോസർ അപ്പിയർ ദാൻ ക്ലോസർ അല്ല, പെട്ടെന്ന് അത് ഓർമ്മയില്ല. അപ്പം നമ്മൾ യാഥാർത്ഥ്യത്തിലുള്ളതുപോലെയുള്ള നമ്മൾ കണ്ണാടിയിൽ യാഥാർത്ഥ്യത്തിലുള്ള അതേ പെർഫെക്ഷനിലല്ല നമ്മൾ കണ്ണാടിയിൽ ദർശിക്കുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ കണ്ണാടി നമ്മൾ ഈ കാണുന്ന ആൾ നമ്മളെ കാണുന്നതും കണ്ണാടിയിൽ നമ്മൾ കാണുന്ന ഇതും തമ്മിൽ എന്തുണ്ടാവും? പലതരത്തിലുള്ള പ്രകാശപരമായ പലതരത്തിലുള്ള തിളക്കത്തിന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള അന്തരങ്ങൾ, പലതരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മെ കാണുന്നതിന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കണ്ണാടി പൂർണ്ണമായും സത്യമാണോ പ്രതിഫലിപ്പിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയും? കാരണം പല ആളുകളും ഈ കണ്ണാടികൾക്ക് മുമ്പിൽ വളരെ ദയനീയമായിട്ട് കണ്ണാടികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന സ്ഥിതിയാണ് ഉള്ളത്. പക്ഷെ കീഴടങ്ങണം. ഈ കീഴടങ്ങാതെ കണ്ണാടിയെ പൂർണ്ണമായും വിശ്വസിക്കാതെയും നമുക്കൊരിക്കലും സത്യം കണ്ടെത്താൻ കഴിയില്ല. 100% ആ കണ്ണാടിയിൽ വിശ്വസിക്കാതെയും നമുക്ക് സത്യം കണ്ടെത്താൻ കഴിയില്ല. എങ്കിലും നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് യഥാർത്ഥമായ ഒരു കണ്ണാടിയാണ് എന്ന് കണ്ടെത്താൻ നമുക്ക് എന്താണ് മാർഗം? ഇതാണ് ഓരോ ഏത് തരത്തിലുള്ള, ഏത് കാലഘട്ടത്തിലും, ഏത് സമൂഹത്തിലും, ഏത് അവസ്ഥകളിലുമുള്ള വെളിപാടുകളും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഈ പ്രതിസന്ധിയെ മറികടക്കുന്ന നേരത്തെ ഹസീബ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇതിന് അടിസ്ഥാനപരമായ ഒറ്റ കാര്യം അത്രയേ ഉള്ളൂ, ഒറ്റ വിഷയം. അത് ഈ യാഥാർത്ഥ്യത്തിന്റെ, ഈ പരമമായ യാഥാർത്ഥ്യത്തിന്റെ സാക്ഷിത്വം, അതായത് അള്ളാഹു എന്നതിന്റെ സാക്ഷിത്വവും അതുപോലെ റസൂൽ എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന്റെ സാക്ഷിത്വവും. ആ സാക്ഷിത്വം എന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു വിശ്വാസമല്ല. അത് യഖീൻ, ദൃഢവിശ്വാസം പോലൊരു സംഗതിയല്ല. അത് ഏതെങ്കിലും അർത്ഥത്തില്ല എനിക്ക് 100% 110% ഉറപ്പാണ് എന്ന് പറയുന്ന ഉറപ്പല്ല സാക്ഷിത്വം. 110% ഉറപ്പായതുകൊണ്ട് ഒരു കാര്യം സാക്ഷിത്വമാവില്ല. അപ്പൊ എപ്പോഴാണ് നിങ്ങൾ ഈ സാക്ഷിത്വം, ഈ കാര്യത്തെ നിങ്ങൾ സാക്ഷിയാണ് എന്ന അവസ്ഥയിൽ നിങ്ങൾ എത്തുന്നത്? ഈ സാക്ഷിത്വം നിങ്ങൾക്ക് പകരുന്ന ഈ ആൾക്ക് എന്താണ് യോഗ്യത? ഈ ആള് നിങ്ങൾ ഏതർത്ഥത്തിലാണ് അംഗീകരിക്കുന്നത്? അപ്പം ഈ രണ്ട് ചോദ്യങ്ങളാണ് ഒരു ആത്മാന്വേഷി ഓരോ സമയത്തും ആ യാത്രകളിൽ എപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയും ആ പ്രതിസന്ധിക്കുള്ള മറുപടി. അപ്പം പ്രതിസന്ധിക്കുള്ള അദ്ദേഹത്തിന് കണ്ടെത്താവുന്ന ഒരു പ്രാഥമികമായ ഉത്തരം, ഈ പ്രാഥമികമായ ഉത്തരം ലഭിക്കുക എന്നതായിരിക്കണം പ്രാഥമികമായി ഒരു ആത്മാന്വേഷി കിട്ടേണ്ടത്. ഈ പ്രാഥമികമായ ഉത്തരം അയാള് ഈ നമ്മൾ വചനം പറഞ്ഞാൽ എന്താണ്? അള്ളാഹു അല്ലാതെ ദൈവമില്ല, മുഹമ്മദിന് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നിപ്പോ നമ്മൾ ആ അടിസ്ഥാനപരമായ വചനം. പക്ഷെ ആ വചനം ഒരിക്കലും അതിന്റെ അർത്ഥമല്ല. നമ്മളിപ്പോ ഈ പറഞ്ഞത് അതിന്റെ മലയാളം ട്രാൻസ്ലേഷനാണ്, അതതിന്റെ അർത്ഥമല്ല. അതല്ല കലിമയുടെ അർത്ഥം. കെലിമക്ക് പലതരത്തിലുള്ള മലക്കുകൾ, പലതരത്തിലുള്ള അവസ്ഥകൾ, പലതരത്തിലുള്ള വ്യക്തിത്വങ്ങൾ, ഇങ്ങനെ ഓരോ അതിനെ 6 പതിപ്പാക്കുകയും അല്ലെങ്കിൽ 7 പതിപ്പാക്കുകയും 7 കഷ്ണങ്ങളായിട്ടൊക്കെയാണ് ആത്മജ്ഞാനികൾ അതിനെ വിവരിക്കുക. അപ്പം ഇതെന്താണ്? ഓരോ പതിപ്പുകളും നമ്മോട് അതിന്റെ ഓരോ കഷ്ണങ്ങളും എന്താണ് നമ്മളോട് വിശദീകരിച്ചു തരുന്നത്? അതാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിലൂടെ അല്ലാതെ ആ അർത്ഥം 6 തലങ്ങളിലാണ് മനുഷ്യൻ ഇവിടെ നിൽക്കുന്നത്. ഒരു മനുഷ്യൻ ശാരീരികമായിട്ട് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ ഒരിക്കലും ഈ ശാരീരികമായി നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ഗുരുവാണെന്നൊക്കെ. ഈ ഗുരു നിങ്ങളോട് സംസാരിക്കുന്നത് ഗുരുവിന്റെ ആ ശരീരം കൊണ്ടാണെങ്കിൽ ഈ ശരീരത്തിന് അതിൻ്റെതായ തടസ്സങ്ങളുണ്ട്. കാരണം അത് സംസാരിക്കുന്നത് നിങ്ങളുടെ ആ ഗുരുവിന്റെ ബാഹ്യവശം കൊണ്ടാണ്. പക്ഷേ ആ ഗുരു നിങ്ങളോട് യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഗുരുവിന്റെ റൂഹ് കൊണ്ടാവണം. ആ റൂഹിലല്ലെങ്കിൽ അത് ഒരിക്കലും അത് പരിപൂർണമായ യാഥാർത്ഥ്യമല്ല. കാരണം ഈ ഗുരുവിനെ അറിയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ അറിയുമ്പോൾ അള്ളാഹുവിനെ അറിയുമ്പോൾ അള്ളാഹുവിനെ അകവും പുറവും അറിയണം. അള്ളാഹു ലാഹിറാണ്, വെളിപ്പെട്ടതാണ്. അള്ളാഹു മറിഞ്ഞു കിടക്കുന്ന ആന്തരികമായത്. ഈ ആന്തരികമായതും ബാഹ്യമായ
ബാഹ്യമായതുമായ തലങ്ങളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ എത്തരത്തിലാണ് അള്ളാഹ്? അപ്പോൾ അതേപോലെ തന്നെ ഷെയ്ഖിനെയും ഖുർആന്റെ തന്നെ ഒരു ഖുർആന്റെ ആന്തരിക വാക്കിനെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ ഖുർആനിന്റെ പ്രത്യക്ഷമായ അർത്ഥത്തിന് 7 ആന്തരാർത്ഥങ്ങളുണ്ട്. ഈ 7 ആന്തരാർത്ഥങ്ങളിൽ ഒന്ന് നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ ബാഹ്യമായ അർത്ഥം മാത്രം നിങ്ങൾ പിടിക്കുമ്പോൾ നിങ്ങൾ ജൂതനാവുകയും, അതല്ലെങ്കിൽ ആന്തരാർത്ഥം മാത്രം നിങ്ങൾക്കറിയാം, ബാഹ്യമാർത്ഥാർത്ഥം നിങ്ങൾ തള്ളിക്കടയുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയോ, അതായത് വൈരിൽ മഗ്ദൂബി അലൈഹിം അല്ലെങ്കിൽ വഴി വെച്ചവർ അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപത്തിനിരയാവർ എന്ന ഈ 2 ഗ്രൂപ്പിൽ നിങ്ങൾ അകപ്പെടുന്നു. അപ്പം ഇത് ഷെയ്ഖിന്റെ വാക്കിനെ ബാഹ്യമാർത്ഥത്തിൽ മാത്രം, ഷെയ്ഖിന്റെ വാക്കിനെ ബാഹ്യമായ അർത്ഥത്തിൽ മാത്രം എടുക്കുകയും ബാഹ്യമായ ഷെയ്ഖിന്റെ വാക്കുകൾക്ക് മാത്രം കാതോർക്കുകയും ചെയ്യുന്ന, എപ്പോഴാണ് അയാൾക്ക് പൂർണ്ണാർത്ഥത്തിൽ ഈ ഷെയ്ഖിനെ മനസ്സിലാക്കാൻ കഴിയുക? കാരണം അപ്പം അതിനെ മറികടക്കണമെങ്കിൽ അയാളുടെ മുമ്പിൽ ആകെ ഒരു മാർഗ്ഗമുള്ളൂ, അയാൾ വെളിപാടിന്റെ മാർഗങ്ങളിലേക്ക് കടന്നിരിക്കണം. ഈ വെളിപാടിന്റെ മാർഗങ്ങളിലേക്ക് കടന്നിരിക്കുമ്പോൾ അതിന് പിന്നെയും 7 ആന്തരാർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ ആ 7 ആന്തരാർത്ഥത്തിന്റെ ഏത് തട്ടിലാണ് ഇപ്പോൾ അയാൾ എത്തിയത് എന്നതും പിന്നീട് അയാൾക്ക് പ്രതിസന്ധിയാവും. ഇപ്പൊ ഞാൻ എവിടെ എത്തി? അപ്പം ഈ ആത്മാന്വേഷണ പ്രക്രിയ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്ന ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും കാലഘട്ടത്തിൽ, ഏതെങ്കിലും അന്വേഷണത്തിന്റെ യാത്രയിൽ അവസാനിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ഷെയ്ഖ് അതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ആ ഷെയ്ഖ് നിങ്ങൾക്ക് കൈമാറുന്നത് ഈ 2 തരത്തിലുള്ള സാക്ഷിത്വമായിരിക്കണം. ഈ കലിമകളുടെ സാക്ഷിത്വമാണ് കൈമാറുന്നത് എന്നതാണ്. ആ കൈമാറ്റത്തിന് അതിൻ്റെതായ പരമ്പര, ആ കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന ഒരു ഗുരു പാരമ്പര്യമുണ്ടോ എന്ന 2 കാര്യങ്ങൾ. ഒന്ന് നൽകുന്നത് സാക്ഷിത്വമാണോ എന്നും അതിന് കൃത്യമായ ഗുരുപരമ്പരയുടെ ഒരു പിന്തുടർച്ച ഉണ്ടോ എന്നുള്ളതുമാണ് നിങ്ങൾക്ക് ഒരു സാമാന്യമായ അർത്ഥത്തിൽ, അതായത് ഒരാൾക്ക് ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്യാൻ, തുടക്കം കുറിക്കാൻ പ്രാഥമികമായി നിർബന്ധമായ ഒരു കാര്യം. പിന്നീട് ഉണ്ടാകുന്ന വികാസങ്ങൾ, ഈ വികാസങ്ങൾ അയാളുടെ അനുഭവങ്ങളിലൂടെ, ആ സാക്ഷിത്വത്തിന്റെ അനുഭവങ്ങളിലൂടെ, ആ സാക്ഷിത്വത്തിൽ നിന്നും അയാൾ നേടുന്ന, ആ സാക്ഷിത്വത്തിലൂടെ മാത്രം, അതിൽ മാത്രം അയാൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലൂടെ മാത്രം നേടുന്ന അറിവുകളിലൂടെ മാത്രമേ അയാൾക്ക് സത്യവും അസത്യവും ഈ വിഷയത്തിൽ വരുന്ന കാര്യങ്ങൾ തരംതിരിക്കാൻ പറ്റും. പക്ഷെ ഇതും ഓരോ അടരുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഉള്ളി തൊലിക്കും പോലെ പറയും, അത് ഒന്ന് കഴിയുമ്പോൾ പിന്നൊന്ന് ഇത് അങ്ങനെ അവസാനിക്കുന്നില്ല. അപ്പം അതുപോലെ നിങ്ങൾ ഇതിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് മുമ്പിൽ കിട്ടുന്ന ഈ സാക്ഷിത്വം സത്യമാണെങ്കിൽ, ഈ സാക്ഷിത്വത്തിന്റെ വഴി നിങ്ങൾക്ക് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വേക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഇതിന്റെ അറിവിന്റെ പൂർണ്ണതയിലെത്തി എന്ന് നിങ്ങൾ കരുതുന്നുവോ അന്ന് നിങ്ങൾക്ക് തെറ്റും. ഞാനിപ്പോഴും എത്തിയിട്ടില്ല, ഞാൻ യാത്രയിലാണ്, ഞാൻ അന്വേഷണത്തിലാണ്, ഈ ആത്മാന്വേഷണ പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കുകയാണെന്ന് എപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നുന്നോ അപ്പോഴൊക്കെ നിങ്ങൾ സത്യത്തിലുമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.